പത്തനംതിട്ടയിലെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയെ മർദ്ദിച്ചതിൽ CITU പ്രാദേശിക നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടിയുണ്ടായത്. അനധികൃതമായി കെട്ടിയ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ തൊഴിലാളികൾക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പണിമുടക്കി പ്രതിഷേധിച്ചതോടെയാണ് പോലീസ് നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായത്. പിന്നാലെ അറസ്റ്റിലേക്കും കടന്നു. CITU പ്രാദേശിക നേതാവ് സക്കീർ അലങ്കാരത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ വൈകിട്ടാണ് ശുചീകരണ തൊഴിലാളികളെ നേതാക്കൾ മർദ്ദിച്ചെന്ന പരാതി ഉയർന്നത്. കൊടിയെല്ലാം അഴിച്ചു വെച്ച് കഴിഞ്ഞ ഉടനെയാണ് ആരാന്നും പറഞ്ഞുകൊണ്ട് ചീത്തയും വിളിച്ചോണ്ട് വരുന്നത്. നമ്മുടെ സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് വന്നു കഴിഞ്ഞ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഇത് കെട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു രക്ഷയില്ല, വരാൻ പറ്റത്തില്ല, ആൾക്കാർ കൂടി വയ്ക്കാൻ വരാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് മൊത്തം കെട്ടി അടിച്ചു എൻ്റെ ഇവിടെ നടത്തി പെടലിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ പിരിവെടുത്ത എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഹൈക്കോടതി നിർദ്ദേശം ഉള്ളതിനാലാണ് ടൗൺ സ്ക്വയറിലെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭാ സെക്രട്ടറി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് സ്ഥലത്തെത്തിയ തൊഴിലാളികളെയാണ് കഴിഞ്ഞ ദിവസം സക്കീർ മർദ്ദിച്ചത്. ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് ഈ നാടിന്റെ സ്വത്താണ്. അത് ആദ്യം മനസ്സിലാക്കി വേണം ഞങ്ങളോട് ഇത് പെരുമാറാൻ. അറസ്റ്റ് ചെയ്യുക. ഈ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മർദ്ദിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേ പറ്റൂ. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തേ മതിയാവും. അതുവരെ ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ശുചീകരണ തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ കർശന നടപടി വേണമെന്നാണ് ജീവനക്കാരുടെ പക്ഷം. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തിയ സക്കീറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് തൊഴിലാളികളെ സംബന്ധിച്ച് ഭാഗികമായി ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോഴും പ്രതിഷേധം ഉയർന്നാൽ മാത്രമേ നടപടിയുണ്ടാകൂ എന്ന പിടിവാശി ഒട്ടും ശരിയല്ല. ഇത്തരം ജോലികൾക്ക് ഇറങ്ങുന്ന ജീവനക്കാർക്ക് മതിയായ സുരക്ഷ നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ.